ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞു നിർത്തിയത്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ്, അതുപോലെ നമ്മൾ നെഹ്റു കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. നെഹ്റു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്, എന്തുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നെഹ്റു കമ്മിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ചെറിയ പോർഷൻസ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒന്ന് പഠിച്ചൊക്കെ തുടങ്ങാമെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ ഒരു എനർജിയൊക്കെ കിട്ടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഓർത്തിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോരോ ചെറിയ പോർഷൻസ് ആയിട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാത്തതിൻ്റെ റീസൺ ആട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒട്ടും സമയമില്ലാതെ എന്നാൽ പഠിക്കണം, എക്സാം എഴുതണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ഒത്തിരി പേരുണ്ടാവും. എന്നെപ്പോലെ തന്നെ വീട്ടമ്മമാരായിട്ടുള്ളവരും അതുപോലെ ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഒരുപാട് കണ്ടൻറ്റ് അവർക്ക് ഓർത്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോസ് അങ്ങനെ ഓർത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എന്ന് പറയുന്നത് ഭാഗം 3 ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭാഗം 3 12 മുതൽ 35 വരെ വകുപ്പുകളിലാണ് ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലേ? സ്വത്തവകാശം ആദ്യം മൗലിക അവകാശമായിരുന്നു. പക്ഷെ പിന്നീട് അത് എന്ത് ചെയ്തു? അതെടുത്ത് മാറ്റി. ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ്, അല്ലേ? ഇപ്പോൾ 300A എന്ന വകുപ്പിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. 1978 44-ാം ഭേദഗതി വഴി അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. അപ്പോൾ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് 1978 44-ാം ഭേദഗതി വഴി അന്നത്തെ ഗവൺമെൻറ്, ജനതാ ഗവൺമെൻറ്, അല്ലേ, സ്വത്തവകാശം എന്താക്കി മാറ്റി? മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ ഇപ്പോൾ നിലവിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളുണ്ട്, അല്ലേ? ഈ 6 മൗലികാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എത്രയാണ്? ഭാഗം 3. അപ്പോൾ അത് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 6 മൗലിക അവകാശങ്ങളെക്കുറിച്ചൊന്ന് നോക്കിയാലോ, ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ആദ്യത്തേത് സമത്വാവകാശമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, അല്ലേ? സമത്വാവകാശം. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. രണ്ടാമത്തേത് സമത്വം കഴിഞ്ഞ അടുത്ത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൂന്നാമത്തേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അപ്പോൾ ആദ്യം പറഞ്ഞത് സമത്വാവകാശം, രണ്ടാമത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൂന്നാമത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, നാലാമത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അപ്പോൾ ഫസ്റ്റത്തെ സമത്വാവകാശം, രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൂന്നാമത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, നാലാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അഞ്ചാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. അതായത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ അവരുടെ ഭാഷ, അവരുടെ ലിപി, അവരുടെ സംസ്കാരം ഇതൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അത് നടത്താനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതാണ് അതിൽ പറയുന്നത്.
അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ആറാമത്തേത് ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വകുപ്പ് 32-ാം വകുപ്പാണ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇത്രയും 6 മൗലിക അവകാശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ആദ്യം സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ലാസ്റ്റത്തെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, 6 മൗലിക അവകാശങ്ങളാണ്. 6 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് അല്ലേ. 12 മുതൽ 35 വരെ വകുപ്പുകളിലാണ്. അതിൽ ആദ്യത്തേത് സമത്വാവകാശം, രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൂന്നാമത്തേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, നാലാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അഞ്ചാമത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ആറാമത്തേത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ഇത്രയും ആദ്യം നമ്മൾ ഈ മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും ക്ലിയറായിട്ട് 6 മൗലികാവകാശങ്ങൾ നമ്മൾ നല്ല പച്ചവെള്ളം പോലെ പഠിച്ചിരിക്കും. അതിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ വേറൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കോൺസ്റ്റൻ്റ് അല്ല. നമുക്ക് വേണ്ടത്ര ഭേദഗതികൾ, മാറ്റം വരുത്താം. മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? മൗലിക അവകാശങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഗവൺമെൻറ്റിന്, സ്റ്റേറ്റിന് മൗലിക അവകാശങ്ങളെ ഭരണഘടനാ ഭേദഗതി വഴി എന്ത് ചെയ്യാം? വേണ്ടത്ര മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആബ്സല്യൂട്ടല്ല മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും എന്താ പറയുന്നത്, നിയന്ത്രിക്കപ്പെടാത്ത, എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിലോ അത് തീർച്ചയായിട്ടും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ എന്തായാലും അത് ഹനിക്കപ്പെടും അല്ലേ. എന്തായാലും ഇപ്പം നമ്മുടെ ഇഷ്ടം തോന്നിയ പോലെ നമ്മൾ നടക്കുകയാണെന്ന് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യമല്ല. അപ്പോൾ വേണ്ടത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അതുപോലെ തന്നെ വേണമെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൗലിക അവകാശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് 2 കേസുകൾ. ഒന്ന് 1967 ഗോലക്നാഥ് കേസ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഒരിക്കലും ഭേദഗതി ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുകയും, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് 1971 24-ാം ഭേദഗതി വഴി ഇന്ത്യൻ പാർലമെൻറ്റ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ എന്താ പറയുന്നത്, എല്ലാ ഭാഗങ്ങളും മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും ഭേദഗതി ചെയ്യാമെന്നുള്ള ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയും ചെയ്തു. 1971 24-ാം ഭേദഗതിയാണ്. പിന്നീട് വന്ന ഒരു കേസാണ് 1973 എന്താണ്, കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ എന്താ പറയുന്നത്, ആമുഖം ഉൾപ്പെടെ ഭരണഘടനയുടെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യും. ഇതിന് മുമ്പ് നമ്മളൊരു ബെറുബാരി കേസ് പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ബെറുബാരി കേസിൽ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ആമുഖം എന്ത് ചെയ്യാൻ? ഭരണഘടനയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ആമുഖം എന്ത് ചെയ്യാൻ പാടില്ല? ഭേദഗതി ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ കേസായിരുന്നു 1960 ബെറുബാരി കേസ്. അതിനുശേഷം 13 വർഷത്തിന് ശേഷം 1973 കേശവാനന്ദ ഭാരതി കേസിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? ആമുഖം ഉൾപ്പെടെ എല്ലാം ഭേദഗതി ചെയ്യാം. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, അതുകൊണ്ട് ആമുഖത്തെ നമുക്ക് ഭേദഗതി ചെയ്യാം.
പക്ഷേ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഇതിലെന്ത് ചെയ്യരുത്, അതിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് കോൺസ്റ്റൻ്റ് അല്ല, അതുപോലെ തന്നെ അതേപോലെ അബ്സല്യൂട്ടും അല്ല. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയറായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. മൗലിക അവകാശങ്ങളുടെ ഓരോ അവകാശങ്ങളുടെ ഭാഗത്തുനിന്നും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.